ജബി മേത്തർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ടെലിഫോണിൽ. ശ്രീമതി ജബി മേത്തർ, വീണ്ടും മോദി പരാമർശത്തിൽ രാഹുൽ ഗാന്ധിക്ക് കോടതി നോട്ടീസ് അയച്ചിരിക്കുകയാണ്. പാറ്റ്ന കോടതിയാണ് ഈ നോട്ടീസ് അയച്ചിരിക്കുന്നത്. BJP-യുടെ മുതിർന്ന നേതാവ് നൽകിയ ഒരു ഹർജിയിലാണ് വീണ്ടും കോടതി ഇടപെട്ടിരിക്കുന്നത്. ഏത് രീതിയിൽ പ്രതികരിക്കുന്നു? രാഹുൽ ഗാന്ധിയെ വേട്ടയാടുക എന്നുള്ള ഒരു അജണ്ടയുമായി ഇന്ന് ഭരിക്കുന്നവർ മുന്നോട്ട് പോകുമ്പോൾ എന്തും നേരിടാൻ തയ്യാറായിക്കൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പാർട്ടിയും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും തീരുമാനിച്ചിരിക്കുന്നത്. നിയമത്തിന്റെ വഴിക്ക് ഇന്ത്യൻ ജുഡീഷ്യറിയെ ഞങ്ങൾ മാനിക്കുന്നു. പക്ഷേ ഇതുകൊണ്ടൊന്നും തുടങ്ങിവെച്ച വിഷയങ്ങൾ അദാനി വിഷയത്തിൽ ശബ്ദമുയർത്തുക എന്നുള്ളതിൽ നിന്നൊന്നും പിന്മാറാൻ രാഹുൽ ഗാന്ധിയോ കോൺഗ്രസ് പാർട്ടിയോ മറ്റ് പ്രതിപക്ഷ പാർട്ടികളോ ആരും തയ്യാറല്ല. ഒറ്റക്കെട്ടായി ഈ ഭരണകൂട ഭീകരതയെ നേരിടും. ശ്രീമതി ജബി മേത്തർ, ഒപ്പം തന്നെ ഒരു ചോദ്യം കൂടി. വൈ രാഹുൽ ഗാന്ധി? എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി മാത്രം? കോൺഗ്രസ് നേതൃത്വത്തിൽ മുതിർന്ന നേതാക്കൾ ഒരുപാടുണ്ട്. ഒപ്പം തന്നെ ഈ വിഷയങ്ങളിൽ രാഹുൽ ഗാന്ധിയേക്കാൾ കൂടുതൽ പാർലമെന്റിനകത്ത് ആഞ്ഞടിക്കുന്ന നിരവധി നേതാക്കളുണ്ട്. പക്ഷെ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിയെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നു? ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയിലുടനീളം ഉള്ള ഒരു ആക്സെപ്റ്റൻസിനെ അവർ ഭയക്കുന്നു. പിന്നെ ചോദ്യം ചോദിക്കുന്നത് രാഹുൽ ഗാന്ധി ആയതുകൊണ്ട് തന്നെ എല്ലാ വിഷയത്തിലും, പ്രത്യേകിച്ച് അദാനി വിഷയത്തിൽ അത് ഈ ഡിസ്ക്വാളിഫിക്കേഷൻ അയോഗ്യത വന്നതിന് ശേഷം നടന്ന പത്രസമ്മേളനത്തിലും നമ്മൾ കണ്ടതാണ്. വളരെ ശക്തിയായി തന്നെ ചോദ്യം ചോദിക്കുന്ന, ആത്മവിശ്വാസത്തോടെ ധൈര്യത്തോടെ ചോദ്യം ചോദിക്കുന്ന രാഹുൽ ഗാന്ധിയെ എല്ലാവിധത്തിലും തളർത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ്. പക്ഷെ അതിൽ നിന്നെല്ലാം ഓരോ വെല്ലുവിളികൾ വരുമ്പോഴും ആ വെല്ലുവിളികളിൽ കൂടുതൽ ആർജവത്തോടെ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന രാഹുൽ ഗാന്ധിയാണ് നമ്മൾ കാണുന്നത്. അത് അങ്ങനെ തന്നെ ആയിരിക്കും. വളരെയധികം നന്ദി ശ്രീമതി ജബി മേത്തർ നമ്മളോട് ഈ ഘട്ടം പ്രതികരിച്ചതിന്.